ഇരുട്ടിന് ഒരു പ്രത്യേക മണമുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാടിൻ്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന ആ മണം കേവലം നനഞ്ഞ മണ്ണിൻ്റേതല്ല. അത് വരാനിരിക്കുന്ന ഏതൊക്കെയോ വിപത്തുകളുടെ മുന്നറിയിപ്പാണ്. പണ്ട് സായിപ്പ് പണിതുയർത്തിയ ഒരു കാസിലുണ്ട്, ജംഗിൾ കാസിൽ, ആ വനത്തിനുള്ളിൽ. ഇന്ന് അത് വെറുമൊരു കൽക്കൂമ്പാരമാണ്. പക്ഷേ ആ കൽക്കൂമ്പാരങ്ങൾക്കിടയിൽ ഇന്നും പഴയ ശാപങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ലെൻഡാന പൊന്തകൾ കാടിനെ വരിഞ്ഞു മുറുക്കുമ്പോൾ തന്നെ അവിടെ ഇര തേടി അലയുന്ന ഒരു വരയൻ പുലിയും അവിടെ അലഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ വിശപ്പിന് അവിടുത്തെ ഗ്രാമത്തിൻ്റെ മണവും ആ സമയത്ത് തന്നെ കിട്ടിത്തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗരുഡപ്പ എന്ന ഒരു പാവം യുവാവ് തൻ്റെ കല്യാണത്തിന് ഒരു കൊച്ചു വീട് സ്വപ്നം കണ്ടത്. ആ സ്വപ്നം നിറവേറ്റുവാൻ വേണ്ടിയാണ് അവൻ അന്ന് ആ ഇരുട്ടിലേക്ക് പോയത്. അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു കൊച്ചു റാന്തലാണ്. അവൻ്റെ കയ്യിലിരുന്ന ആ ചെറിയ റാന്തലിൻ്റെ വെളിച്ചത്തിന് കാടിൻ്റെ വന്യതയെ തടയാനുള്ള കരുത്തുണ്ടായിരുന്നില്ല. നൈറ്റ്ജാർ പക്ഷികൾ അവിടെ കരഞ്ഞു തുടങ്ങി. ആ സന്ധ്യാനേരത്ത് കാട് പെട്ടെന്ന് നിശബ്ദമായി. ചീവീടുകൾ പോലും കരയാതെ അത്രയും നിശബ്ദമായി. ആ നിശബ്ദതയിൽ കേട്ടത് എന്തോ ഒന്ന് ഇഴഞ്ഞു നീങ്ങുന്ന ശബ്ദം മാത്രമാണ്. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് കെന്നറ്റ് ആൻഡേഴ്സന്റെ ദ ടൈഗർ റോർ എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കഥയാണ്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. പല പല വേനൽക്കാലങ്ങളും വർഷങ്ങളും കടന്നുപോയിരിക്കുന്നു. കാടിൻ്റെ നിശബ്ദതയ്ക്ക് പോലും ഒരു പഴയ കഥ പറയാനുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഗാംഭീര്യമെല്ലാം അഴിച്ചു വെച്ച് ഒരു റിട്ടയർ കളക്ടർ ഈ കാട്ടിലേക്ക് ചുവടുവെച്ചു. അത് കേവലം ഒരു വരവായിരുന്നില്ല. ഗോദേരിയ മലനിരകളിലെ ആ വന്യമായ പച്ചപ്പിലേക്ക് അയാൾ തൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കുകയായിരുന്നു. അയാൾ അവിടെ കൃത്യമായി പറഞ്ഞാൽ 100 ഏക്കർ ഭൂമി സ്വന്തമാക്കി. കാടിൻ്റെ മണവും ഈർപ്പവും അയാളുടെ ശ്വാസത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. കല്ലും മണ്ണും നിറഞ്ഞ ആ കുന്നിൻ ചെരുവുകളിൽ അയാൾ തൻ്റെ സ്വപ്നത്തിലേക്ക് തറക്കല്ലിട്ടു. ആ 100 ഏക്കറിലെ ഓരോ മരവും ഓരോ വള്ളിയും അയാളുടെ കൺവട്ടത്ത് തന്നെയായിരുന്നു. ഷൂസിനടിയിൽ ചതഞ്ഞരയുന്ന ഉണങ്ങിയ ഇലകളുടെ ശബ്ദമുണ്ടല്ലോ, ആ മലനിരകളിൽ ഒരു പുതിയ അധിനിവേശത്തിൻ്റെ വിളംബരമായി മാറി. അതിനു പുറമെ ആ കാട്ടുപ്രദേശത്തെ വന്യതയെ മെരുക്കിയെടുക്കാൻ അയാൾ നിശ്ചയിക്കുക കൂടി ചെയ്തു. ഭരണാധികാരിയുടെ ഗർവ് മാറ്റിവെച്ച് കാടിനെ പ്രണയിച്ച ഒരു ഏകാന്തിപതികനായി അയാൾ അവിടെ നിലയുറപ്പിച്ചു. ആ കുന്നിൻ ചെരുവുകളിലെ തണുത്ത കാറ്റുണ്ടല്ലോ, അയാളുടെ നരച്ച മുടിയിഴകളെ തലോടുമ്പോൾ മുന്നിൽ തെളിഞ്ഞത് ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ ഭൂപടമായിരുന്നു. ആ മണ്ണിൽ അയാൾ ഒരു വിത്ത് പാകി. അതൊരു കൊട്ടാരത്തിൻ്റെ വിത്തായിരുന്നു. അവിടെ അയാൾ പണിതുയർത്തിയത് വെറുമൊരു വീടല്ല, മറിച്ച് കരിങ്കല്ലിൽ തീർത്ത ഒരു കോട്ടയായിരുന്നു. ആ കോട്ടയ്ക്ക് ജംഗിൾ കാസൽ എന്ന പേരും അയാൾ നൽകി. പേരുപോലെ തന്നെ കാടിൻ്റെ ഉള്ളിൽ പണി കഴിപ്പിച്ച ഒരു കരിങ്കൽ കോട്ട തന്നെ ആയിരുന്നു അത്. ഓരോ കല്ലും കൊത്തിമിനുക്കുമ്പോൾ ആ വലിയ മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ അതിൽ ഇഴചേർന്നിരുന്നു. ഭാരമേറിയ കരിങ്കല്ലുകൾ കാടിൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് വെട്ടിമാറ്റിയത്. അങ്ങനെയാണ് അയാൾ ആ വലിയ കൂറ്റൻ ഭിത്തികൾ അവിടെ ഉയർത്തിയത്. മഴ പെയ്യുമ്പോൾ കരിങ്കല്ലിൻ്റെ മണം അന്തരീക്ഷത്തിൽ പടരുമായിരുന്നു. അവിടെ പണി കഴിപ്പിക്കുന്ന ആ കോട്ടയുടെ വലിയ ജനാലയിലൂടെ നോക്കിയാൽ കാടിൻ്റെ വന്യത മുഴുവൻ ആസ്വദിക്കാമെന്ന് അയാൾ കണക്ക് കൂട്ടി. ഉളിയും ചുറ്റിയലും കല്ലിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന ലോഹശബ്ദമുണ്ടല്ലോ, കാട്ടിലെ പക്ഷികളെ വല്ലാതെ ഭയപ്പെടുത്തി. കോട്ടയുടെ ഓരോ വിടവിലൂടെയും കാടിൻ്റെ നിശബ്ദത അകത്തേക്ക് അരിച്ചു കയറുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. സിമെന്റും മണ്ണും ചേർത്ത് വെച്ച് തീർത്ത ആ കൂറ്റൻ മതിലുകൾ ഒരു വലിയ കോട്ടയെപ്പോലെ തല ഉയർത്തി നിന്നു. ആ വീടിനു ചുറ്റും ഒരു ഭയം കലർന്ന ബഹുമാനം ഗ്രാമവാസികളിൽ വളർന്നു.
മൃഗങ്ങൾക്ക് പോലും ആ കരിങ്കൽ മതിലുകൾക്കപ്പുറത്തേക്ക് കടക്കുവാൻ ഭയമായിരുന്നു. അങ്ങനെയുള്ള ആ കോട്ടയ്ക്കുള്ളിൽ അയാൾ തൻ്റെ ഏകാന്ത ജീവിതം ആഘോഷിച്ചു. ആ മനുഷ്യൻ കാടിനെ അത്രമേൽ സ്നേഹിച്ചിരുന്നു. എന്നാൽ അയാൾക്ക് ഒരു വലിയ ശത്രു ഉണ്ടായിരുന്നു. അത് കാട്ടിലെ മൃഗങ്ങളായിരുന്നില്ല, മറിച്ച് ലെൻഡാന എന്നറിയപ്പെടുന്ന കൊങ്ങിണിക്കാടുകളായിരുന്നു. കാടിനെ ശ്വാസം മുട്ടിക്കുന്ന ആ പർപ്പിൾ പൂക്കളുള്ള ചെടികളെ പിഴുതെറിയാൻ അയാൾ ഒരു വലിയ തൊഴിലാളി പടയെ തന്നെ അവിടെ നിയോഗിച്ചു. ലെൻഡാന ചെടികളുടെ വേരുകൾ മണ്ണിൽ ഒരു രോഗം പോലെ ബാധിക്കുന്നത് അയാൾ കണ്ടു. അരിവാളും കോടാലിയും കൊണ്ട് തൊഴിലാളികൾ ആ കാട് വെട്ടിത്തെളിക്കുമ്പോൾ അവിടെ ഉയർന്നു വന്നത് ലെൻഡാന ചെടിയുടെ ചതഞ്ഞ ഇലകളുടെ രൂക്ഷഗന്ധമായിരുന്നു. പാവം തൊഴിലാളികളുടെ വിയർപ്പ് ആ ലെൻഡാന പൊന്തകളിൽ വീണുണങ്ങി. ആ കൊടുങ്കാടിനെ ലെൻഡാനയുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കാൻ അയാൾ ഒരു യുദ്ധം തന്നെയാണ് അവിടെ പ്രഖ്യാപിച്ചത്. തെക്കേ ഇന്ത്യയിലെ കാടുകളെ മുഴുവൻ വിഴുങ്ങാൻ വെമ്പുന്ന ഒരു ഭീകരജീവിയെപ്പോലെ ലെൻഡാന പടരുന്നത് അയാൾ ഭീതിയോടെ നോക്കി നിന്നു. ഓരോ ചെടിയും പിഴുതെറിയുമ്പോഴും കാടിന് അല്പം ശ്വാസം കിട്ടുന്നുണ്ടെന്ന് അയാൾ വിശ്വസിച്ചു. ആ ലെൻഡാന കാടുകളുടെ അധിനിവേശത്തെ തടയാൻ അയാൾ തൻ്റെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചു. പക്ഷേ ലെൻഡാന അത്ര എളുപ്പത്തിൽ തോറ്റുകൊടുക്കുവാൻ തയ്യാറല്ലായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഭാരതത്തിലെ ഭൂരിഭാഗം കാടുകളിലും ലെൻഡാന എന്ന ഈ പച്ചപ്പറന്ന അർബുദം വിഴുങ്ങിക്കഴിഞ്ഞു. അത് കാടിൻ്റെ നൈസർഗികമായ ഭംഗിയെ നശിപ്പിക്കുകയും മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുകയും ചെയ്യുന്നു. വനം വകുപ്പ് പോലും ഈ ചെടിയെ ഇല്ലാതാക്കാൻ ഇണഞ്ഞു പരിശ്രമിക്കുകയാണ്. ചിലർ ഈ ചെടികൾക്ക് മുകളിൽ വിഷം തെളിക്കുവാൻ വരെ ആലോചിച്ചു. പക്ഷേ അങ്ങനെ തളിക്കുന്ന വിഷം ലെൻഡാനയേക്കാൾ ഉപരി കാടിലെ മറ്റു പച്ചപ്പുകളെയാണ് കൊന്നൊടുക്കിയത്. ലെൻഡാന അത്രമേൽ വാശിയുള്ള ഒരു ചെടിയാണ്. അതിൻ്റെ തണ്ടുകളിൽ ഒരുതരം വെള്ളപ്പുഴുക്കൾ വന്ന് വസിക്കാറുണ്ട്. ആ പുഴുക്കൾ തണ്ടിനെ കറുപ്പിക്കുകയും ചെടിയെ നശിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ലെൻഡാന മരിക്കുമ്പോഴും ആ പുഴുക്കളിലേക്ക് തൻ്റെ വിഷം കുത്തിവെക്കുന്നു. ഒടുവിൽ ആ പുഴുക്കളും ചത്തുപോകുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ചാരത്തിൽ നിന്ന് പുതിയ ലെൻഡാന മുളച്ചു പൊങ്ങുന്നു. ഓരോ പ്രതിസന്ധിയിലും ലെൻഡാന ഒരു വിജയെപ്പോലെ തലയുയർത്തി നിൽക്കുന്നു. ഇനിയിപ്പോൾ അവിടെ ഒരു കാട്ടുതീ പടർന്നാൽ പോലും, ലെൻഡാനകളെല്ലാം കത്തി നശിച്ചു കഴിഞ്ഞാൽ പോലും, മഴയുടെ ആദ്യത്തെ തുള്ളികൾ തന്നെ ഭൂമിയിൽ പതിക്കുമ്പോൾ പുതിയ ലെൻഡാനകൾ അവിടെ മുള പൊട്ടും, വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ കാടുകളിൽ ഒരു പകർച്ചവ്യാധി പോലെ പടർന്നിരിക്കുന്ന ലെൻഡാനകൾക്ക് തിന്മകൾ മാത്രമല്ല, ചില ഗുണങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. അതിൻ്റെ ഇലകൾ പിഴിഞ്ഞെടുക്കുന്ന നീര് ചർമ്മത്തിൽ പുരട്ടിയാൽ അതൊരു മികച്ച അയഡിൻ പോലെ പ്രവർത്തിക്കും. ശരീരത്തിൽ വീഴുന്ന മുറിവുകൾ ഉണക്കുവാൻ ഇത് സഹായിക്കും. സാധാരണ അയഡിൻ പുരട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ കടുത്ത നീറ്റൽ ലെൻഡാനയുടെ നീര് നൽകാറില്ല. പണ്ടത്തെ വനവാസികൾക്ക് ഈ ചെടിയെപ്പറ്റിയുള്ള രഹസ്യങ്ങളെല്ലാം അറിയാമായിരുന്നു. പക്ഷേ കളക്ടർ സാഹിബ് തൻ്റെ സാമ്രാജ്യത്തിൽ ലെൻഡാനകൾക്ക് ഒരു സ്ഥാനവും നൽകിയില്ല. തൻ്റെ 300 ഏക്കർ സാമ്രാജ്യത്തിന് അയാൾ ഒരു പേരിട്ടു: ബെട്ടമുകുളം എസ്റ്റേറ്റ്. തൊട്ടടുത്തുള്ള ബെട്ടമുകുളം എന്ന പട്ടണത്തോടുള്ള ഇഷ്ടമായിരുന്നു ആ പേരിന് പിന്നിൽ. ആ വലിയ കരിങ്കൽ കോട്ടയെ അയാൾ ജംഗിൾ കാസൽ എന്ന് വിളിച്ചു. 300 ഏക്കറിൽ നിന്നും ലെൻഡാന പൂർണ്ണമായും അയാൾ തുടച്ചു നീക്കി. അവിടെ നിന്നും ലെൻഡാന പൊന്തകൾ പോയതോടെ കാട് അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നു. മുമ്പ് അവിടെ ലെൻഡാന പൊന്തക്കാടുകൾ വളരാൻ അനുവദിക്കാതിരുന്ന പച്ച പുല്ലുകൾ ഇപ്പോൾ ആ മണ്ണിൽ തലയുയർത്തി. കാട്ടുപൂക്കൾ വിരിഞ്ഞു. കാടിൻ്റെ ഗന്ധം മാറി. ആ പച്ചപ്പുല്ലും പൂക്കളും തേടി കാട്ടുപോത്തുകളും മാനുകളും പന്നികളും അവിടേക്ക് കൂട്ടമായി എത്തുവാൻ തുടങ്ങി. സ്വാഭാവികമായും അവയെ ഇര തേടുന്ന മാംസഭോജികളായ മൃഗങ്ങളായ പുലികളും കടുവകളും ആ സാമ്രാജ്യത്തിലേക്ക് ചുവടും വെച്ചു. പക്ഷേ കാലത്തിൻ്റെ ചക്രങ്ങൾ നിർഭയമായി അവിടെ കറങ്ങിക്കൊണ്ടിരുന്നു. ആ പഴയ കളക്ടറുടെ ശ്വാസം കാറ്റിൽ ലയിച്ചതോടെ അയാൾ നട്ടുപിടിപ്പിച്ച സാമ്രാജ്യത്തിൻ്റെ ഹൃദയമെടുപ്പ് നിന്നു. ജംഗിൾ കാസിൽ നിന്ന് അയാൾ പേരിട്ട ആ ഗാംഭീര്യമുള്ള ആ കരിങ്കൽ ചുവരുകൾക്ക് മേൽ മരണത്തിൻ്റെ തണുപ്പ് പടർന്നു. ഒരു യുഗത്തിൻ്റെ അന്ത്യമായിരുന്നു അത്. ആ വലിയ മനുഷ്യൻ അരങ്ങൊഴിഞ്ഞതോടെ അയാൾ പോറ്റി വളർത്തിയ ആ 300 ഏക്കർ അനാഥമായി. കാവൽക്കാരില്ലാത്ത കോട്ടയിലേക്ക് വന്യത വീണ്ടും പതുങ്ങിയെത്തി. അധികം വൈകാതെ ഒരു ആംഗ്ലോ ഇന്ത്യൻ കുടുംബം ആ കരിങ്കൽ കൊട്ടാരത്തിൻ്റെ അവകാശികളായി എത്തി. പക്ഷേ അവർക്ക് ആ കാടിൻ്റെ ഭാഷ അറിയില്ലായിരുന്നു. മണ്ണിൻ്റെ മണം അവരുടെ ശ്വാസത്തിൽ അലിഞ്ഞു ചേർന്നിട്ടില്ലായിരുന്നു. കളക്ടർ സാഹിബ് നെഞ്ചോട് ചേർത്ത് വെച്ച ആ വനഭൂമിയെ പരിചരിക്കുവാൻ
അവർക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അതോടെ പുറത്താക്കപ്പെട്ട ശത്രുവിനെ പോലെ കാത്തിരുന്ന ലെൻഡാന കൊങ്ങിണി പൊന്തക്കാടുകൾ പലിശ സഹിതം അവിടേക്ക് തിരിച്ചെത്തി. അവർ അവിടുത്തെ ഓരോ ഇഞ്ചും പിടിച്ചെടുത്തു. ലെൻഡാനയുടെ വേരുകൾ കരിങ്കൽ ഭിത്തിയിലൂടെ ഒരു സർപ്പത്തെ പോലെ ഇഴഞ്ഞു കയറി. സിമന്റ് പാളികൾക്കിടയിൽ വിള്ളലുകൾ വീഴ്ത്തിക്കൊണ്ട് ആ പച്ചപ്പാർന്ന അധിനിവേശം തുടർന്നുകൊണ്ടിരുന്നു. കളക്ടർ നട്ടുപിടിപ്പിച്ച പുല്ലുകളെ ലെൻഡാന ശ്വാസം മുട്ടിച്ചു കൊന്നു. പച്ചപ്പിന്റെ ആ വലിയ കടലിൽ ലെൻഡാനയുടെ പർപ്പിൾ പൂക്കൾ വിജയഭേരി മുഴക്കി. പുല്ലുകൾ തേടി വന്നിരുന്ന മാനുകളും കാട്ടുപോത്തുകളും പതുക്കെ പതുക്കെ ആ പ്രദേശം ഉപേക്ഷിച്ചു പോയി. കാരണം അവയ്ക്ക് ഭക്ഷ്യലഭ്യതയിലുണ്ടായ മാറ്റമായിരുന്നു അതിന് കാരണം. എന്നാൽ മാംസഭോജികളായ കടുവകളും പുലികളും അവിടെ തന്നെ തങ്ങി. അവയുടെ വയറ്റിൽ വിശപ്പിന്റെ തീ എരിഞ്ഞുകൊണ്ടിരുന്നു. ഇരയെ കിട്ടാതെ അലയുന്ന ആ വന്യമൃഗങ്ങൾ ജംഗിൾ കാസലിന്റെ തകർച്ചയും ഇരുട്ടിൽ നിന്ന് നോക്കിക്കണ്ടു. കാലം കടന്നുപോയപ്പോൾ ആ ആംഗ്ലോ ഇന്ത്യൻ കുടുംബവും മരണത്തിന് കീഴടങ്ങി. ആർക്കും വേണ്ടാത്ത ഒന്നായി അതോടെ ജംഗിൾ കാസൽ മാറി. ഗ്രാമവാസികൾ ആ പഴയ പ്രതാപത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഓരോന്നായി കവർന്നെടുക്കുവാനും തുടങ്ങി. ഇരുട്ടിൻ്റെ മറവിൽ അവർ അവിടെ എത്തി. കരിങ്കല്ലുകളും വാതിലുകളും ഇളക്കി മാറ്റി അതവിടെ നിന്നും കൊണ്ടുപോയി. ഒരിക്കൽ രാജകീയമായിരുന്ന ആ കോട്ടയെന്ന് വെറുമൊരു മൺകൂനയായി മാറിക്കൊണ്ടിരുന്നു. കാട്ടുപക്ഷികൾ മാത്രം ലെൻഡാന പൊന്തക്കാടുകൾക്കിടയിൽ കൂടുകൂട്ടി. വിശന്നു വലഞ്ഞ ഒരു കടുവ വല്ലപ്പോഴും ആ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ കടന്നു പോകുമായിരുന്നു. അതിൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു പകയുണ്ടായിരുന്നു. ആ കാടിൻ്റെ നിശബ്ദതയിൽ വിശപ്പിൻ്റെ ഇരമ്പൽ മാത്രം അവിടെ ബാക്കിയായി. ഈ സമയത്താണ് ആയൂർ എന്ന കൊച്ചു ഗ്രാമത്തിലെ ഗരുപ്പ എന്ന 25 വയസ്സുകാരൻ നമ്മുടെ കഥയിലേക്ക് വരുന്നത്. ഗരുപ്പയുടെ ജീവിതം ദാരിദ്ര്യം കൊണ്ട് നെയ്തെടുത്ത ഒന്നായിരുന്നു. അവൻ്റെ അച്ഛന് ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്ത വെറുമൊരു കൂലിക്കാരനായിരുന്നു. ആയൂർ എന്ന ഗ്രാമത്തിലെ മറ്റ് ചെറുപ്പക്കാർ 17-ാം വയസ്സിൽ വിവാഹിതരാകുമ്പോൾ ഗരുപ്പ 25-ലും ഏകാന്തനായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ ഭാരം അവൻ്റെ ചുമലുകളെ തളർത്തിയിരുന്നു. പെണ്ണ് ചോദിച്ച് ചെന്നിടത്തെല്ലാം അവന് ലഭിച്ചത് പരിഹാസം മാത്രമായിരുന്നു. സ്വന്തമായി തലചായ്ക്കാൻ ഒരിടമില്ലാത്തവന് ആര് മകളെ നൽകും എന്നതായിരുന്നു ഗ്രാമത്തിലെ ഉയർന്ന ചോദ്യം. പക്ഷെ ഒടുവിൽ ഒരിടത്തു നിന്നും അവന് സമ്മതം കിട്ടി. ആ പെൺകുട്ടിക്ക് ഒരു ചെവി കേൾക്കില്ലായിരുന്നു. അവൾക്കൊരു കാലിന് സ്വാധീനവുമില്ലായിരുന്നു. ലോകം മാറ്റി നിർത്തിയ 2 മനുഷ്യർ ഒന്നിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഗരുപ്പയുടെ അച്ഛൻ അപ്പോഴേക്കും ആ പഴയ കുടിലും വിറ്റ് കഴിഞ്ഞിരുന്നു. വിവാഹം കഴിഞ്ഞ് വധുവിനെ കൊണ്ടുവരാൻ അവനിപ്പോൾ സ്വന്തമായി ഒരു കൂര പോലുമില്ലായിരുന്നു. ഗരുപ്പയുടെ മനസ്സിൽ ജംഗിൾ കാസലിലെ ആ പഴയ കരിങ്കല്ലുകൾ മിന്നിമറഞ്ഞു. അവിടെ ഇനിയും ബാക്കിയുള്ള കരിങ്കല്ലുകൾ മതിയാകും തനിക്കൊരു വീടുണ്ടാക്കാനെന്ന് അവൻ ഉറപ്പിച്ചു. വിയർപ്പൊഴുക്കി മണ്ണിൽ പണിയെടുക്കുന്ന ഗരുപ്പയ്ക്ക് ആ കാസലിലെ കല്ലുകൾ തൻ്റെ പുതിയ ജീവിതത്തിലെ തറക്കല്ലുകളായി തോന്നി. അവൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അന്ന് നിലാവുള്ള ഒരു രാത്രിയായിരുന്നു. ഗ്രാമത്തലവനായ മുഖ്യൻ്റെ അടുത്ത് ചെന്ന് അവൻ അയാളുടെ വണ്ടി കടമായി ചോദിച്ചു. പകരം കൊയ്ത്തുകാലത്ത് മണ്ണിൽ പണിയെടുക്കാമെന്ന ഉറപ്പും അയാൾക്ക് നൽകി. അയാൾ കൊടുത്ത ഉറപ്പിന്മേൽ മുഖ്യൻ തൻ്റെ വണ്ടി വിട്ടു നൽകി. സാക്ഷികളൊന്നുമില്ലാതെ ചെയ്യുന്ന കുറ്റകൃത്യമാണ് ഏറ്റവും മനോഹരമെന്ന് കരുതിയ ഗരുപ്പ തനിച്ച് ആ കാട് കയറാൻ തീരുമാനിച്ചു. ഉച്ചഭക്ഷണമായി ഒരു പൊതി ചോറും അയാളുടെ കയ്യിൽ കരുതിയിരുന്നു. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് പണി തീർത്ത് തിരിച്ചു മടങ്ങി വരണമെന്നാണ് അയാൾ കണക്ക് കൂട്ടിയത്. എന്നാൽ വഴിയിൽ പതുങ്ങിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ആ പാവം യുവാവിന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. വിശന്നു വലഞ്ഞ ഒരു കടുവയുടെ കണ്ണുകൾ തന്നെ പിന്തുടരുന്നെന്ന് ഗരുപ്പ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. ജംഗിൾ കാസലിലെത്തിയപ്പോൾ ഗൗരപ്പയ്ക്ക് കാര്യം മനസ്സിലായി. തനിച്ച് പണിയെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ചെറിയ പാര ഉപയോഗിച്ച് കനത്ത കരിങ്കല്ലുകൾ ഇളക്കി മാറ്റാൻ അവൻ പെടാപ്പാടുപെട്ടു. ഓരോ കല്ലും ഓരോ സ്വപ്നമായിരുന്നു. വണ്ടിയിലേക്ക് ആ ഭാരമേറിയ കല്ലുകൾ കയറ്റുമ്പോൾ അവൻ്റെ കൈകൾ വിറച്ചു. തളർച്ച മാറ്റാൻ ഇടയ്ക്കിടെ അവൻ വിശ്രമിച്ചു. സമയം ഒട്ടും വൈകാതെ തന്നെ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തേക്ക് താഴുവാൻ തുടങ്ങി. അതോടെ ഇരുട്ടും പടരുവാനും തുടങ്ങി. നൈറ്റ് ജാർ പക്ഷികൾ പാടാൻ തുടങ്ങി. ഒരു ദിവസം കൊണ്ട് പണി തീർക്കാമെന്ന് അവൻ ആഗ്രഹിച്ചു. കാരണം അവനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ആ വണ്ടി അവൻ്റേതല്ല.
അതിന് പകരം അവൻ നൽകേണ്ടിയിരിക്കുന്നത് തൻ്റെ വിയർപ്പ് തുള്ളികളാണ്. ആ മണ്ണിൽ കഠിനമായി പണിയെടുത്തെങ്കിൽ മാത്രമേ കണക്കുകൾ തീർക്കുവാൻ കഴിയുകയുള്ളൂ. പക്ഷേ അവൻ വിചാരിച്ചതിലും കല്ലുകൾക്ക് നല്ല ഭാരമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരുട്ട് കനത്തു തുടങ്ങി. ഗരുപ്പ കാളകളെ തെളിയിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് പോകുവാനൊരുങ്ങി. ഒരു വടികൊണ്ട് അവൻ കാളകളെ തല്ലി. ആ പാവം മൃഗങ്ങൾ അത്രയും നേരം വിശപ്പും ദാഹവും സഹിച്ച് നിന്നവരാണ്. അവരുടെ ഉടമസ്ഥനല്ലാത്ത മറ്റൊരാളുടെ പരിക്കൻ പെരുമാറ്റത്തിൽ അവ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. അതൊന്നും മൈൻഡ് ചെയ്യാതെ വണ്ടിയുടെ പുറകിൽ നടന്നുകൊണ്ട് ഗുരപ്പ തൻ്റെ പുതിയ വീടിനെക്കുറിച്ചും വിവാഹത്തെപ്പറ്റിയും കിനാവ് കണ്ടു. അവൻ അവൻ്റെ മനോരാജ്യത്തിൽ മുഴുകി. ഗുരപ്പയ്ക്ക് ചുറ്റുമുള്ള നിശബ്ദതയുടെ മാറ്റം മനസ്സിലാക്കാനേ കഴിഞ്ഞില്ല. അവർ പോകുന്ന വഴിയിലുണ്ടായിരുന്ന ലെൻഡാന പൊന്തകൾക്കിടയിൽ ഒളിച്ചിരുന്ന ആ കടുവ തൻ്റെ ഇരയെ അപ്പോഴേക്കും കണ്ടെത്തിക്കഴിഞ്ഞിരുന്നു. അത് വെറുമൊരു കടുവയായിരുന്നില്ല. മാരകമായി പരുക്ക് പറ്റിയതോ അല്ലെങ്കിൽ രോഗം ബാധിച്ചതോ ആയ നരഭോജിയായി തീർന്നിരുന്ന ഒരു കടുവയായിരുന്നു. സ്വാഭാവികമായ ഇരകളെ പിടിക്കാൻ കഴിയാതെ വിശപ്പ് കൊണ്ട് ഭ്രാന്ത് പിടിച്ചിരുന്ന ആ വന്യജീവി ഗരുപ്പയുടെ ഓരോ ചലനവും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും കാളകൾ പെട്ടെന്ന് നിന്നു. അവയുടെ ചെവി വട്ടം പിടിച്ചു. അന്തരീക്ഷത്തിലെ എന്തോ ഒരു അദൃശ്യമായ ഗന്ധത്തെ അവ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വണ്ടിയിലെ ഭാരമേറിയ കരിങ്കല്ലുകൾക്കിടയിൽ നിന്നും മണ്ണും പൊടിയും താഴേക്ക് ഉതിർന്നു വീണു. കാളകൾ തങ്ങളുടെ തല താഴ്ത്തി. വല്ലാത്ത ഒരു വെപ്രാളത്തോടെ അവയുടെ കാലുകൾ കൊണ്ട് മണ്ണ് മാന്തിക്കൊണ്ടു നിന്നു. ലെൻഡാന കുറ്റിക്കാടുകളിൽ നിന്നും ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള നിശബ്ദത പുറത്തു വന്നു. ഗരുപ്പ തൻ്റെ മനോരാജ്യത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. തൻ്റെ കാളകൾ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നതെന്ന് ആ പാവത്തിന് മനസ്സിലായില്ല. അവൻ വടിയെടുത്ത് കാളകളെ ഒന്നുകൂടി തല്ലാനാഞ്ഞു. പക്ഷേ വടി വായുവിൽ നിശ്ചലമായി. ലെൻഡാന പൊന്തകൾക്കിടയിൽ രണ്ട് കണൽക്കട്ട പോലെ തിളങ്ങുന്ന കണ്ണുകൾ അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ പച്ചപ്പാർന്ന കാടിനുള്ളിൽ മറഞ്ഞിരുന്ന നരഭോജി അതിൻ്റെ പേശികൾ മുറുക്കി അടുത്ത കുതിപ്പിനായി തയ്യാറെടുത്തു. കാറ്റിൽ ആ നരഭോജിയുടെ രൂക്ഷമായ ഗന്ധം പടർന്നു. അത് മരണത്തിൻ്റെ ഗന്ധമായിരുന്നു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഒരു വലിയ മഞ്ഞ പിണർപ്പ് പോലെ ആ കടുവ ലെൻഡാന പൊന്തകൾക്കിടയിൽ നിന്നും ഗരുപ്പയ്ക്ക് മേലെ ചാടി വീണു. ഗരുപ്പയ്ക്ക് ഒരു നിമിഷം പോലും ചിന്തിക്കാനുള്ള സമയം കിട്ടിയില്ല. ആ കടുവയുടെ കൂറ്റൻ കാലുകൾ, നഖങ്ങൾ ആ ഗരുപ്പയുടെ ചുമലിലേക്ക് ആഴത്തിലിറങ്ങി. വായുവിൽ ഉയർന്ന ആ ഭയങ്കരമായ അലർച്ച കാടിനെ വിറയൽ കൊള്ളിച്ചു. അതോടെ ഗരുപ്പയുടെ തൊണ്ടയിൽ നിന്നും ഒരു ധീരമായ രോദനമുയർന്നു. പക്ഷേ അത് കാടിൻ്റെ നിശബ്ദതയിൽ അലിഞ്ഞുപോയി. കടുവ തൻ്റെ ഇരയെ കടിച്ചെടുത്ത് ലെൻഡാന പൊന്തക്കാടുകൾക്കിടയിലേക്ക് വലിച്ചു കൊണ്ടുപോയി. കരിയിലകൾക്കിടയിലൂടെ ഗരുപ്പയുടെ ശരീരം വലിച്ചു കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന ആ മർമ്മരം കാളകളെ പരിഭ്രാന്തിയുടെ അങ്ങേ അറ്റത്തിലെത്തിച്ചു. തങ്ങളുടെ യജമാനനല്ലാത്ത ആ മനുഷ്യൻ മരണത്തിൻ്റെ പിടിയിലായെന്ന് അവ തിരിച്ചറിഞ്ഞു. കാളകൾ തങ്ങളുടെ ജീവനും കൊണ്ട് പായുവാൻ തുടങ്ങി. ഭാരമേറിയ കരിങ്കല്ലുകൾ കയറ്റിയ ആ വണ്ടി കാളകളുടെ വേഗത്തിന് തടസ്സമായി. ഒരു വളവിൽ വെച്ച് വണ്ടിയുടെ നിയന്ത്രണം തെറ്റി. ചക്രങ്ങൾ വായുവിൽ കറങ്ങി. വലിയൊരു ശബ്ദത്തോടെ ആ വണ്ടി ഒരു വലിയ കുഴിയിലേക്ക് മറിഞ്ഞു. കരിങ്കല്ലുകൾ ഒന്നൊന്നായി താഴേക്ക് പതിച്ചു. ആ തടിവണ്ടി തകർന്ന് തരിപ്പണമായി. പക്ഷേ ഒരു അത്ഭുതം പോലെ കാളകൾ ആ നുകത്തിൽ നിന്നും മോചിതരായി. അവരുടെ മേൽ ഒരു പോറൽ പോലും ഏറ്റില്ല. ഭയം കൊണ്ട് വിറയ്ക്കുന്ന ആ മൃഗങ്ങൾ വണ്ടിയും കല്ലും അവിടെ ഉപേക്ഷിച്ച് ആയൂർ ഗ്രാമം ലക്ഷ്യമാക്കി ഓടി. വഴിയിലെ മുള്ളുകളും കല്ലുകളും ഒന്നും അവ വകവെച്ചില്ല. ഗ്രാമത്തിലേക്ക് അവ കുതിച്ചുകൊണ്ടിരുന്നു. ഗരുപ്പയുടെ അവസാന നിലവിളിയും ആ മലനിരകളിൽ അങ്ങനെ പ്രതിധ്വനിച്ചു നിന്നു. ആയൂർ ഗ്രാമത്തിലെ ആ രാത്രിക്ക് പതിവിലും ഭാരമുണ്ടായിരുന്നു. ഗ്രാമത്തിലെ വനംവകുപ്പ് ഓഫീസിൻ്റെ അടുത്ത് ആളുകൾ കൂട്ടമായി നിന്ന സമയത്താണ് അണച്ച് ശ്വാസത്തോടെ ആ രണ്ട് കാളകൾ അവിടേക്ക് ഓടിയെത്തുന്നത്. അവരുടെ ശരീരം മുഴുവൻ വിയർത്ത് കുതിർത്തിരുന്നു. കണ്ണുകളിൽ ഭ്രാന്തമായ ഭയം നിഴലിച്ചു. മുഖം പൊട്ടിച്ച് തൂങ്ങിക്കിടന്ന നിലയിലായിരുന്നു. ആ കാഴ്ച കണ്ടാണ് ഗ്രാമമുഖ്യൻ അവിടേക്ക് ഓടിയെത്തുന്നത്. തൻ്റെ വണ്ടിയും ഗൗരപ്പയും എവിടെ പോയി എന്നറിയാതെ അയാൾ അവിടെ അന്താളിച്ച് കാളകളെ നോക്കി നിന്നു. കാളകളുടെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ എന്തോ വലിയൊരു അപകടം സംഭവിച്ചെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. ഗുരുപ്പയെ ഏതോ കാട്ടാനെ ആക്രമിച്ചതായിരിക്കുമെന്ന് ഗ്രാമമുഖ്യൻ പതറിയ ശബ്ദത്തോടെ പറഞ്ഞു. ആ രാത്രിയുടെ ഇരുട്ടിൽ ഗരുപ്പ എവിടെയോ ചോര വാർന്ന് കിടക്കുന്നുണ്ടാകും. റേഞ്ച് ഓഫീസർ ഉടനെ തന്നെ ഒരു തിരച്ചിലിന് ഉത്തരവിട്ടു.
ഗ്രാമവാസികളുടെ കൂടെ വരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷേ കാട്ടാനയെ പേടിച്ച് പലരും പിന്മാറി. ഒടുവിൽ ധൈര്യശാലികളായ 4-5 പേർ മാത്രം തയ്യാറായി. എങ്കിലും ഇരുട്ടിൽ കാട് കയറുക എന്നത് ആത്മഹത്യാപരമാണെന്ന് അവർ വാദിച്ചു. അങ്ങനെ റേഞ്ച് ഓഫീസറും അതിന് സമ്മതം മൂളി. പിറ്റേന്ന് പുലർച്ചെ തന്നെ അവരെ തേടി പോകാമെന്ന് അവർ പറഞ്ഞു. അന്നത്തെ രാത്രിയുണ്ടല്ലോ, ഗ്രാമമുഖ്യന് ഉറങ്ങുവാനേ കഴിഞ്ഞില്ല. തൻ്റെ വണ്ടിയെക്കുറിച്ചും ഗൗരപ്പയുടെ അവസ്ഥയെക്കുറിച്ചും അയാൾ ആലോചിച്ച് ആ രാത്രി നീറിക്കഴിഞ്ഞു. നേരം പുലർന്നതോടെ ഒരു സംഘം ആളുകൾ കാട്ടിലേക്ക്, അതായത് കാളവണ്ടി വന്ന വഴിയെ തിരിഞ്ഞുകൊണ്ട് സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അവിടെ എത്തിയപ്പോൾ ഗൗരപ്പയെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തകർന്ന വണ്ടിയും കല്ലുകളും മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. പിന്നീടും വീണ്ടും പിന്നിലേക്ക് അവർ സഞ്ചരിക്കുകയും കൃത്യമായി സംഭവം നടന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് സംഭവത്തിനു പിന്നിൽ ഒരു കാട്ടാനയല്ലെന്നും മറിച്ച് കടുവയാണെന്നുമുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായത്. മൃദുവായ മണ്ണിൽ പതിഞ്ഞ കടുവയുടെ കാലടയാളങ്ങളും ചോരത്തള്ളികളും ഗൗരപ്പയുടെ അന്ത്യം അവിടെ വ്യക്തമാക്കി വരച്ചു കാട്ടി. കടുവ ഇരയെ ശരിയായ രീതിയിലല്ല പിടിച്ചിരുന്നതെന്ന് അടയാളങ്ങൾ വ്യക്തമാക്കി. ഗൗരപ്പയുടെ ശരീരം മണ്ണിലൂടെ വഴിച്ചഴിക്കപ്പെട്ടതിൻ്റെ പാടുകൾ അവിടെ വ്യക്തമായി കാണാമായിരുന്നു. ഗ്രാമവാസികൾ അതോടെ ഭയന്നു വിറച്ചു. തങ്ങളുടെ ഗ്രാമത്തിൻ്റെ അരികിൽ ഒരു നരഭോജി അലഞ്ഞു നടക്കുന്നുണ്ടെന്ന സത്യം അവരെ തളർത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആരും ഗൗരപ്പയുടെ ശരീരം തിരയാൻ ധൈര്യപ്പെട്ടില്ല. തങ്ങളുടെ ജീവൻ കൂടി അപകടത്തിലാകുമെന്ന് അവർ ഭയന്നു. തികഞ്ഞ നിസ്സഹായതയോടെ തിരച്ചിൽ അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് അവർ ഗ്രാമത്തിലേക്ക് മടങ്ങി. ഈ വാർത്ത കേട്ടാണ് ആൻഡേഴ്സൺ അവിടേക്ക് എത്തുന്നത്. അദ്ദേഹം അന്ന് ശിവാനിപ്പള്ളിയിലായിരുന്നു. വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഒരു ടോർച്ചും കുറച്ച് ബിസ്ക്കറ്റും ഒരു ഫ്ലാസ്ക് ചായയുമായി അദ്ദേഹം അവിടേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ പോലീസിനെയും വിവരം അറിയിച്ചിരുന്നു. ഒരു സബ് ഇൻസ്പെക്ടറും സംഘവും ആൻഡേഴ്സനോടൊപ്പം ചേർന്നു. 24 മണിക്കൂർ മുമ്പ് ഗൗരപ്പയെ കടുവ പിടിച്ച ആ ബബൂൾ മരമുണ്ടല്ലോ, അതിൻ്റെ അടുത്തേക്ക് അവർ എത്തിച്ചേർന്നു. സബ് ഇൻസ്പെക്ടർ ഭയഭക്തിയോടെ പറഞ്ഞു, ആ കളക്ടർ സാഹിബിൻ്റെ കോട്ടയിലെ കല്ലുകൾ മോഷ്ടിച്ചത് കൊണ്ടാകാം അവന് ഈ ഗതി വന്നത്. എന്നാൽ കെന്നറ്റ് ആൻഡേഴ്സൺ അത് വിശ്വസിച്ചില്ല. അദ്ദേഹം വിശ്വസിച്ചത് തൻ്റെ തോക്കിനെയും തൻ്റെ അനുഭവങ്ങളെയും മാത്രമാണ്. അദ്ദേഹം ചെവി ഓർത്തു. ലൻഡാന പൊന്തകൾക്കിടയിലെ ഓരോ അനക്കവും അദ്ദേഹം സസൂക്ഷ്മമായി നിരീക്ഷിച്ചു. ബാബൂൾ മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ കാറ്റിന് പോലും ഒരുതരം ശവഗന്ധമായിരുന്നു. 24 മണിക്കൂർ മുമ്പ് ഈ മണ്ണിൽ വെച്ചാണ് ഗരുപ്പയുടെ ജീവിതം ഒരു കരിങ്കൽ മതിൽ പോലെ തകർന്നു വീണത്. കൂർത്ത വെള്ളമുള്ളുകളുള്ള ആ ബാബൂൾ മരത്തിൻ്റെ കൊമ്പുകൾ ആകാശത്തേക്ക് ഒരു രാക്ഷസന്റെ വിരലുകൾ പോലെ നീണ്ടു നിന്നു. ആൻഡേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ തൻ്റെ ബ്രാഹ്മണ്യ പാരമ്പര്യത്തിൻ്റെ ആചാരങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഒരുതരം ഭക്തിയോടെ ആ പഴയ ജംഗിൾ കാസലിലേക്ക് നോക്കി. സാഹിബ്, ഇത് വെറുമൊരു കടുവയുടെ ആക്രമണമല്ല, അദ്ദേഹം പതിഞ്ഞ ശബ്ദത്തിൽ ആൻഡേഴ്സനോട് പറഞ്ഞു. ആ റിട്ടയർഡ് കളക്ടർ തൻ്റെ സ്വപ്നങ്ങൾ കൊണ്ടാണ് ഈ കൊട്ടാരം ഇവിടെ പണിതത്. അത് തകർക്കുന്നവരെ ആത്മാക്കൾ വെറുതെ വിടില്ല. ഗരുപ്പ ആ കല്ലുകളിൽ തൊട്ടതുകൊണ്ടാണ് ആ ശാപം അവനെ പിടികൂടിയത്. അയാളുടെ വാക്കുകൾ കാടിൻ്റെ നിശബ്ദതയെ ഒരു കറുത്ത നിഴൽ പോലെ പടർന്നു. ആൻഡേഴ്സൺ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം ലൻഡാന പൊന്തകൾക്കിടയിൽ നിന്നും തകർന്നു കിടക്കുന്ന വണ്ടിയുടെ അടയാളങ്ങൾ ഒന്നുകൂടി പരിശോധിച്ചു. കടുവയുടെ ഭാരത്താൽ ലൻഡാന തണ്ടുകൾ താഴ്ന്ന് വളഞ്ഞിരുന്നു. ഒരു വലിയ ജീവി ഇവിടെ അമർന്നിരുന്നതിൻ്റെ മുദ്രകൾ ആ പച്ചപ്പിൽ വ്യക്തമായി അദ്ദേഹം കണ്ടു. അങ്ങനെ അവിടെ കണ്ട ആ ചോരപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് അവർ പതുക്കെ മുന്നിലേക്ക് നീങ്ങി. തലേ ദിവസം രാത്രിയിൽ വീശിയടിച്ച കാറ്റിൽ മണ്ണിലെ പല അടയാളങ്ങളും മാഞ്ഞു പോയിരുന്നു. എങ്കിലും ലൻഡാനയുടെ ചതഞ്ഞ ഇലകളും നിലത്ത് വിരിച്ചിരുന്ന ഉണങ്ങിയ കരിഞ്ഞ ഇലകളും ആ നരഭോജി പോയ വഴി കാണിച്ചു കൊടുത്തു. അവർ അധിക ദൂരം പോകുന്നതിന് മുമ്പ് ആ കാഴ്ച അവർ കണ്ടു. ഗ്രാമവാസികൾ എയ്റോപ്ലെയിൻ മരം എന്ന് വിളിക്കുന്ന ആ കൂറ്റൻ വൃക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ കായകൾ വായുവിൽ പറക്കുമ്പോൾ വിമാനങ്ങൾ താഴേക്ക് വരുന്നത് പോലെ തോന്നും. അതുകൊണ്ടാണ് ആ വൃക്ഷത്തിന് ആ പേര് നൽകിയത്. ഓക്കെ, നമുക്കിനിയും കഥയിലേക്ക് വരാം. ആ മരത്തിൻ്റെ മുന്നിലെ ആ പച്ച പുല്ലുകൾക്കിടയിൽ ഗരുപ്പയുടെ കഥ അവസാനിച്ചിരിക്കുന്നു. അവിടുത്തെ വൃക്ഷങ്ങളുടെ ഇലകൾക്കിടയിലൂടെ അരിച്ചു വന്ന പ്രകാശം ആ മണ്ണിലെ ചോരയുടെ നിറം കടുപ്പിച്ചു. അവിടെ ആ പുൽക്കാടിന് നടുവിൽ പാവം ഗരുപ്പയുടെ അറ്റുപോയ കൈപ്പത്തിയും വിരലുകളും അവിടെ കിടക്കുന്നത് ആൻഡേഴ്സൺ കണ്ടു. ആ കാഴ്ച ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളുലയ്ക്കുന്ന ഒന്നായിരുന്നു.
മരണത്തിന് ശേഷവും ഗൗരപ്പയുടെ വിരലുകൾ തൻ്റെ വായുടെ ഉള്ളിലേക്ക് തിരകിയ നിലയിലായിരുന്നു. ഒരു പക്ഷേ മരിക്കുന്നതിന് തൊട്ടു മുന്നുള്ള നിമിഷം വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവൻ്റെ സ്വന്തം കൈകളിൽ കടിച്ചിട്ടുണ്ടാകാം. ഗരിപ്പയുടെ കണ്ണുകൾക്ക് പകരം അവിടെ 2 ഇരുണ്ട കുഴികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആയിരക്കണക്കിന് കറുത്ത ഉറുമ്പുകൾ ആ കണ്ണുകളിലെ കൃഷ്ണമണികൾ തിന്നു തീർത്തിരുന്നു. മുഖത്തെ തൊലികളും ചുവന്ന ഉറുമ്പുകൾ കാർന്നു തിന്നിരുന്നു. അവയുടെ ആ സാന്നിധ്യം കാരണമായിരിക്കാം കുറുക്കന്മാരും ഹൈനകളും ആ ശരീരത്തിൻ്റെ അടുത്തേക്ക് വരാത്തത്, അല്ലെങ്കിൽ വരാൻ ധൈര്യപ്പെടാഞ്ഞത്. ചുവന്ന ഉറുമ്പുകൾ എത്ര ഭീകരമാണെന്ന് കാട്ടിൻ്റെ മക്കൾക്ക് നന്നായി അറിയാം. ആ മരത്തിൻ്റെ ഇടതൂർന്ന ഇലപ്പടർപ്പുകൾ കാരണമായിരിക്കാം കഴുകന്മാർക്ക് മുകളിൽ നിന്നും ഈ കാഴ്ച കാണാൻ കഴിയാഞ്ഞത്. അതുകൊണ്ടാകാം അവ ഇതിനു ചുറ്റും വട്ടമിട്ട് പറക്കാഞ്ഞത്. ഗരിപ്പയുടെ നെഞ്ചിന് താഴെയുള്ള ഭാഗങ്ങൾ കടുവ പൂർണ്ണമായും തിന്നു തീർത്തിരുന്നു. ബാക്കിയുള്ളവ അത് ഉറുമ്പിന് വിട്ടുകൊടുത്തു. ആ പ്രദേശമാകെ ഇപ്പോൾ ദുർഗന്ധം വമിക്കുകയാണ്. പക്ഷികൾ മരക്കൊമ്പിൽ ഇരുന്നു കൊണ്ട് നിശബ്ദമായി ആ ദാരുണമായ ദൃശ്യം നോക്കിക്കൊണ്ടു നിന്നു. പക്ഷേ ഉറുമ്പുകൾ കാരണമായിരിക്കാം അവ താഴേക്ക് വരാത്തത്. കടുവ ഇനിയും ഇവിടേക്ക് മടങ്ങി വരില്ല എന്ന് ആൻഡേഴ്സണിന് ഉറപ്പായിരുന്നു. കാരണം അവിടെ ഒന്നും ഇപ്പോൾ ബാക്കി ഉണ്ടായിരുന്നില്ല. ഈ കാഴ്ചകളെല്ലാം കണ്ടുനിന്ന സബ് ഇൻസ്പെക്ടർ തൻ്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി തയ്യാറാക്കി. അതിൽ ആൻഡേഴ്സൺ ഒരു സാക്ഷി എന്ന പോലെ ഒപ്പിട്ടു. മരിച്ചവൻ്റെ ബാക്കി ഭാഗങ്ങൾ കൊണ്ടുപോകാൻ സബ് ഇൻസ്പെക്ടർ പോലീസുകാരോട് നിർദ്ദേശിച്ചു. റേഞ്ച് ഓഫീസർ ആൻഡേഴ്സണോട് അവിടെ അന്നത്തെ ദിവസം തങ്ങാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ആൻഡേഴ്സണിന് മനസ്സിൽ മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു. തൻ്റെ പോക്കറ്റിലുള്ള ബിസ്ക്കറ്റും ശിവാനിപ്പള്ളിയിൽ വെച്ചിരിക്കുന്ന ഭക്ഷണവും. അദ്ദേഹം ഒരു നിമിഷത്തേക്ക് ഓർത്തു. ഭയമില്ലാതെ ഒരു ടോർച്ചും തോക്കുമായി അദ്ദേഹം ശിവാനിപ്പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഇരുട്ടിലേക്ക് ചുവട് വയ്ക്കുകയും ചെയ്തു. അദ്ദേഹം അവിടേക്ക് തനിച്ച് നടന്നു തുടങ്ങിയപ്പോൾ സബ് ഇൻസ്പെക്ടറും സംഘവും പിന്നിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, സാഹിബ്, നിങ്ങൾ ഈ ചെയ്യുന്നത് വലിയ തെറ്റാണ്. ആ നരഭോജി ഇവിടെ എവിടെയോ പതുങ്ങിയിരിക്കുന്നുണ്ട്. നിങ്ങൾ ശിവാനിപ്പള്ളിയിൽ എത്തില്ല. ആൻഡേഴ്സൺ അത് കാര്യമാക്കിയില്ല. ഇരുണ്ട വഴിയിലൂടെ അദ്ദേഹം മുന്നോട്ട് നടന്നു. ചുറ്റും കനത്ത നിശബ്ദയായിരുന്നു. ഇടയ്ക്കിടെ ടോർച്ച് തെളിയിക്കുമ്പോൾ ഒരു പ്രകാശം ഒരു പെൻസിൽ വര പോലെ കാടിൻ്റെ ഇരുട്ടിനെ കീറി മുറിച്ചു. പതുക്കെ പതുക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഒരു അപരിചിതമായ ഭയം നാമ്പെടുക്കാൻ തുടങ്ങി. അത് തൻ്റെ ജീവനെ ലക്ഷ്യം വെച്ച് ആരോ ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്നു എന്നൊരു ഉൾവിളി അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടാണ്. കാട്ടിലെ പക്ഷികളോ മൃഗങ്ങളോ അദ്ദേഹത്തിന് ഒരു മുന്നറിയിപ്പ് നൽകിയില്ല. പക്ഷേ ആൻഡേഴ്സൻ്റെ 6ാം ഇന്ദ്രിയം അപകടം മണം പിടിച്ചറിഞ്ഞു. തൻ്റെ റബ്ബർ സോളുള്ള ഷൂസിൻ്റെ ശബ്ദം പോലും ആ നിശബ്ദതയിൽ മുഴങ്ങിക്കേട്ടു. ഒരു മരച്ചില്ലയുടെ ഉടുവ്, വീണ് കിടക്കുന്ന ഇലയിലെ അനക്കം, ഓരോന്നും അദ്ദേഹത്തെ ജാഗരൂകനാക്കി. അദ്ദേഹം ഇടയ്ക്കിടെ നിന്ന് പെട്ടെന്ന് പുറകിലേക്ക് തിരിഞ്ഞു. ടോർച്ചടിച്ചു. കടവയുടെ തിളങ്ങുന്ന കണ്ണുകൾ എവിടെയെങ്കിലും കാണുമോ എന്ന് അദ്ദേഹം കരുതി. പക്ഷേ അവിടെ ഇരുട്ടു മാത്രം ബാക്കിയായി. മിന്നാമിനുങ്ങുകൾ പോലും ആ രാത്രിയിൽ പ്രകാശിച്ചില്ല. അങ്ങനെയുള്ള ആ ഏകാന്തത അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടി. ആരെങ്കിലും തന്നെ സഹായിക്കാൻ വരുമെന്നോ തൻ്റെ നിലവിളി ആരെങ്കിലും കേൾക്കുമെന്നോ ഉള്ള പ്രതീക്ഷ അദ്ദേഹം ഉപേക്ഷിച്ചു. ഒരു കടുവ തൻ്റെ ഇരയുടെ മനസ്സിൽ ഭയം നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ സംഭവിക്കുന്നുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആൻഡേഴ്സൺ തൻ്റെ ഉള്ളിലെ റിഫ്ലക്സ് ആക്ഷനെക്കുറിച്ച് ചിന്തിച്ചു. മനുഷ്യൻ്റെ ശരീരം അറിയാതെ തന്നെ പ്രതികരിക്കുന്ന ചില സമയങ്ങളുണ്ടല്ലോ. ചൂടുള്ള വസ്തുക്കളിൽ തൊടുമ്പോൾ കൈ പെട്ടെന്ന് പിൻവലിക്കുന്നത്, അതുപോലുള്ളവ. ഒരു ആനയുടെ അലർച്ച കേൾക്കുമ്പോഴോ കടുവയുടെ ഗർജനം കേൾക്കുമ്പോഴോ മനുഷ്യൻ ഒന്നുകിൽ ഓടും, അല്ലെങ്കിൽ തളർന്നു നിന്നു പോകും. ഒരു ട്രെയിനിൻ്റെ എൻജിൻ തൊട്ടടുത്ത് വന്ന് ഹോൺ മുഴക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം പോലെ തന്നെയാണ് ഒരു കടുവയുടെ ഗർജനവും. പക്ഷേ ശബ്ദമില്ലാതെ ആക്രമിക്കുന്ന കടുവകളാണ് ഏറ്റവും അപകടകാരി. ആൻഡേഴ്സൺ പതിയെ മുന്നിലേക്ക് നടന്നു നീങ്ങി. തന്നെ ആരോ പിന്തുടരുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അദ്ദേഹത്തിന് ഓടാൻ തോന്നുന്നുണ്ട്. ആ താല്പര്യത്തെ അദ്ദേഹം ബലം പ്രയോഗിച്ച് അമർത്തിവെച്ചു. കാരണം ഓടുന്നത് കണ്ടാൽ കടുവ ഉടനെ തന്നെ ആക്രമിക്കുമെന്ന് അദ്ദേഹത്തിന് നല്ല പോലെ തന്നെ അറിയാമായിരുന്നു. കടുവയെ തോൽപ്പിക്കുവാൻ കടുവയുടെ തന്നെ തന്ത്രം പയറ്റുന്നതാണ് ഉചിതമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ധൈര്യത്തോടെ തന്നെ അദ്ദേഹം മുന്നിലേക്ക് ഓരോ ചുവടും വെച്ചു. അദ്ദേഹം വെക്കുന്ന ഓരോ ചുവടും ആ കടുവയോടുള്ള യുദ്ധപ്രഖ്യാപനമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ ഇടുങ്ങിയ കാട്ടുപാതയിലൂടെ നടക്കുമ്പോൾ ആൻഡേഴ്സന്റെ കണ്ണുകൾ ഓരോ നിഴലിനെയും കീറി മുറിച്ചു. ഇരുവശത്തും പടർന്നു നിൽക്കുന്ന ലെൻഡാന പൊന്തകൾക്കിടയിൽ നിന്നും ഏതു നിമിഷവും ആ മരണം ചാടി വീഴാമെന്ന് അയാൾക്കറിയാമായിരുന്നു. 6 അടി വീതിയുള്ള ആ വഴി ഒരു കെണിയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു.
വശങ്ങളിലെ മുൾപടർപ്പുകൾ ശരീരത്തിൽ പോറലുകൾ വീഴ്ത്തിക്കൊണ്ടിരുന്നു. തൻ്റെ ശ്രദ്ധ മുഴുവൻ മുന്നിലെ ഇരുട്ടിലായിരുന്നു. പെട്ടെന്ന് ഏകദേശം 100 വാര അകലെ ആ കാഴ്ച അയാൾക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു. ഒരു വലിയ കരിങ്കൽ പാറ, 6 അടി മുതൽ 8 അടി വരെ ഉയരമുണ്ടായിരിക്കും അതിന്. ചരിഞ്ഞ ഒരു കൂറ്റൻ പാറയായിരുന്നു അത്. നരഭോജിയെ നേരിടാൻ ഇതിലും മികച്ച ഒരിടം ഇനി കിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് പറഞ്ഞു. ആ പാറയുടെ ഒരു ചരിവ് ഒരു കയറ്റത്തിന് അനുയോജ്യമാണ്. പക്ഷേ അതിന് മുകളിൽ എത്തുന്നതിന് മുൻപ് കടുവ ചാടി വീണാൽ എല്ലാം അവസാനിക്കും. തൻ്റെ റൈഫിൽ എന്തിനും തയ്യാറാണോ എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി ഉറപ്പിച്ചു. ആ ലോഹത്തിൻ്റെ ആ തണുപ്പ് അദ്ദേഹത്തിന് വല്ലാത്ത ഒരു ധൈര്യമേകി. എന്നത് ഇപ്പോൾ 1 കിലോമീറ്റർ പോലെയാണ് തനിക്ക് തോന്നിയത്. ആ പാറയിലേക്ക് ഓടിക്കയറുന്നതിനെപ്പറ്റി അദ്ദേഹം ചിന്തിച്ചു. മനക്കണക്ക് കൂട്ടി. താൻ ഓടാൻ തുടങ്ങിയാൽ കടുവ തൻ്റെ പിന്നാലെ വരുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. 50 വാര അടുത്തെത്തിയപ്പോൾ ആൻഡേഴ്സൺ തൻ്റെ ഹൃദയമിടിപ്പ് നിയന്ത്രിച്ചു. ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു പിടിച്ച് അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന ടോർച്ച് പെട്ടെന്നണച്ചു. പെട്ടെന്നുണ്ടായ ആ കൂരിരുട്ട് പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിന് നേരെ വന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. കണ്ണുകൾ ഇരുട്ടിനോട് പൊരുത്തപ്പെടുന്നതിന് മുൻപ് തന്നെ താൻ ആ പാറയുടെ സ്ഥാനം മനസ്സിൽ ഉറപ്പിച്ച് അങ്ങോട്ട് ഒരു ഓട്ടം വെച്ചു കൊടുത്തു. ഷൂസിൻ്റെ അടിയിൽ നിന്നും മണ്ണ് ചിതറി. ശ്വാസകോശങ്ങൾ വായുവിൽ ദഹിച്ചു. ആൻഡേഴ്സണിൻ്റെ ആ ഓട്ടം കാടിൻ്റെ നിശബ്ദതയെ ഭേദിച്ചു. കടുവയ്ക്ക് അത് മതിയായിരുന്നു. തൻ്റെ ഇര ഓടിത്തുടങ്ങിയത് ആ നരഭോജിയുടെ വേട്ടയാടൽ തന്ത്രങ്ങളെ ഉണർത്തി. ഒരു ട്രെയിനിൻ്റെ എഞ്ചിൻ തൊട്ടടുത്ത് വന്ന് ഹോൺ മുഴക്കുന്നത് പോലെ കാടിനെ വിറപ്പിച്ചുകൊണ്ട് ആ ഭയങ്കരമായ അലർച്ച മുഴങ്ങി. കടുവയുടെ ആ ചാർജ് ആൻഡേഴ്സണിൻ്റെ കാതുകളെ തളർത്തി. മണ്ണിൽ കടുവയുടെ ഓരോ കാൽപതനവും ആഴത്തിൽ വീഴുന്ന ശബ്ദം അദ്ദേഹത്തിൻ്റെ കാതിൽ വന്ന് പതിച്ച് അദ്ദേഹത്തിൻ്റെ വിറയൽ കൊള്ളിപ്പിച്ചു. ഓരോ സെക്കൻഡിലും മരണം അദ്ദേഹത്തിൻ്റെ കഴുത്തിന് പിന്നിൽ തണുത്ത ശ്വാസം വിടുകയാണോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ആ പാറയുടെ പരിക്കൻ പ്രതലത്തിൽ കൈ അമർത്തി ആൻഡേഴ്സൺ മുകളിലേക്ക് വലിഞ്ഞു കയറി. കാൽ തെറ്റിയാൽ അന്ത്യമാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. പാറയുടെ മുകളിൽ എത്തിയ ഉടനെ തന്നെ അദ്ദേഹം മിന്നൽ വേഗത്തിൽ തിരിഞ്ഞു നിന്നു. ടോർച്ച് തെളിയിച്ചു. പ്രകാശവെട്ടത്തിൽ ആ നരഭോജി അടുത്ത് കുതിക്കാൻ തയ്യാറെടുക്കുന്നത് ആൻഡേഴ്സൺ കണ്ടു. ഉന്നം വയ്ക്കുവാനുള്ള സമയം ആൻഡേഴ്സണിന് കിട്ടിയില്ല. അദ്ദേഹം തൻ്റെ റൈഫിലിൻ്റെ കാഞ്ചി വലിച്ചു. റൈഫിൽ ഗർജിച്ചു. വെടിപൊട്ടി. ആ കടുവയുടെ മുഖത്തേക്ക് ആ തിര വന്നു തറച്ചു. വേദന കൊണ്ട് പുളഞ്ഞ ആ വന്യമൃഗം വായുവിൽ ഒരു കർണം മറിഞ്ഞ് താഴേക്ക് പുല്ലുകളിലേക്ക് വീണു. ആൻഡേഴ്സൺ അവിടേക്ക് ഉന്നം വെച്ച് രണ്ടാമത്തെ വെടിയും ഉതിർക്കുവാൻ തൻ്റെ ട്രിഗർ അമർത്തി. പക്ഷേ കേട്ടത് ലോഹക്കഷ്ണം വന്ന് തട്ടുന്ന ശബ്ദമാണ്. ചതിയൻ ക്ലിക്ക്. ശബ്ദം മാത്രമായിരുന്നു. മിസ്ഫയറായി. ആ നിമിഷം സമയം നിശ്ചലമായതുപോലെ തോന്നി. തൻ്റെ ഏറ്റവും വിശ്വസ്തനായ കൂട്ടാളി ഈ മരണമുഖത്ത് തന്നെ കൈവിട്ടിരിക്കുന്നു. കടുവ പുല്ലുകളിൽ കിടന്ന് മുരളുകയാണ്. ആ ഇരുട്ടിൽ നിന്ന് വീണ്ടും മരണം ഉയർത്തെഴുന്നേൽക്കുമോ എന്ന് അദ്ദേഹം കരുതി. ആൻഡേഴ്സൺ ആ പാറപ്പുറത്ത് ശ്വാസമടക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയം വാരിയലുകൾക്കിടയിൽ ഇടിമുഴക്കം സൃഷ്ടിക്കുകയായിരുന്നു. വെടിയുണ്ടയേറ്റ കടുവയുടെ രോദനം പതുക്കെ നിലച്ചു. പുല്ലുകൾക്കിടയിൽ നിന്നും ആ വന്യജീവി പിൻവാങ്ങുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. ആ കടുവ മരിച്ചോ അതോ മുറിവേറ്റ് കൂടുതൽ അപകടകാരിയായോ എന്ന് ആ ഇരുട്ടിൽ തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. രണ്ടാമത്തെ വെടിയുണ്ട ചതിച്ചില്ലെങ്കിൽ കഥ മാറി മറിയുമായിരുന്നു. അദ്ദേഹം ആ മിസ്ഫയറായ കാട്രിച്ച് തോക്കിൽ നിന്നും പുറത്തെടുത്തു. തൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അത് ശ്രദ്ധിച്ചു. കുറച്ചു നേരം കൂടി അവിടെ ഇരുന്ന ശേഷം ആൻഡേഴ്സൺ ശിവാനിപ്പള്ളിയിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. ആ രാത്രിയുടെ ബാക്കി ഭാഗം തൻ്റെ ടെൻറ്റിൽ കഴിച്ചു കൂട്ടാമെന്ന് അദ്ദേഹം കരുതി. കഠിനമായ വിശപ്പും ദാഹവും അദ്ദേഹത്തെ വല്ലാതെ തളർത്തുന്നുണ്ടായിരുന്നു. എങ്കിലും എങ്ങനെയൊക്കെയോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നു. തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ബിസ്ക്കറ്റ് പുറത്തെടുക്കുകയും ഒരു ചെറിയ ചായയിൽ മുക്കി അത് കഴിക്കുകയും ചെയ്തു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ണിന് മുന്നിൽ തിളങ്ങി നിന്നത് ആ നരഭോജിയുടെ ആ തിളങ്ങുന്ന കണ്ണുകളായിരുന്നു. അത് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചത് ഈ വേട്ട ഇവിടെ അവസാനിക്കുന്നില്ല എന്നതാണ്. ശിവാനിപ്പള്ളിയിലെ ആ തണുത്ത പ്രഭാതത്തിൽ സൂര്യൻ പതുക്കെ കാടിൻ്റെ പച്ചപ്പുകൾക്കിടയിലൂടെ അരിച്ചിറങ്ങാൻ തുടങ്ങിയിരുന്നു. സാധാരണയായി ആ വനമേഖലയിൽ കാടിൻ്റെ മണം പിടിക്കുവാൻ അറിയുന്ന വനവാസികളായ പൂജാരികൾ ഉണ്ടാകാറുള്ളതാണ്. എന്നാൽ അന്ന് ആരും ആൻഡേഴ്സണിനെ സഹായിക്കുവാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ആ നിശബ്ദതയിൽ കാടിൻ്റെ ഇരുണ്ട രഹസ്യങ്ങൾ അറിയാവുന്ന ഒരേ ഒരു മനുഷ്യൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു ഷേർ ഖാൻ. അവനെ വെറുമൊരു മനുഷ്യനായി കാണാൻ കഴിയില്ല. കാടിൻ്റെ വന്യത സ്വന്തം രക്തത്തിൽ അലിയിച്ചു ചേർന്ന ഒരു വന്യജീവി തന്നെയായിരുന്നു അവൻ. അവന് പ്രായം 40 അടുത്തായിരുന്നു.
പക്ഷേ കാടിനുള്ളിലെ അവൻ്റെ വേഗതയും ചലന നീക്കവും ഒരു പുലിയുടെ വേഗത്തിന് തുല്യമായിരുന്നു. ഷേർഖാൻ ഒരു തികഞ്ഞ മുസ്ലിമായിരുന്നു. അതോടൊപ്പം തന്നെ കാട് കണ്ടതിൽ വെച്ച് ഏറ്റവും തന്ത്രശാലിയുമായ ഒരു വേട്ടക്കാരനും. സർക്കാർ നിയമങ്ങൾക്ക് അവൻ പുല്ല് വില കൊടുത്തിരുന്നില്ല. വനങ്ങളിലെ വിലപിടിപ്പുള്ള മരങ്ങൾ അവൻ കടത്തിയിരുന്നതിൽ പ്രഗത്ഭനായിരുന്നു. പോലീസുകാരൻ്റെ റെക്കോർഡുകളിൽ അവൻ ഒരു കുറ്റവാളിയായിരുന്നു. പല ചെറിയ കച്ചവടങ്ങളിലും അവൻ്റെ കൈകളുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവൻ കാടിനുള്ളിൽ ഒരു രാജാവ് തന്നെയായിരുന്നു. അവൻ അറിയാത്ത ഒരു വഴിയും ആ കുന്നിൻ ചരിവുകളിൽ ഉണ്ടായിരുന്നില്ല. അവൻ്റെ കണ്ണുകൾക്ക് രാത്രി പോലും കാഴ്ച ലഭ്യമാണെന്ന് ഇവിടുത്തെ ഗ്രാമവാസികൾ വിശ്വസിക്കുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ധാന്യമായി കൊണ്ടുപോകുന്ന കാളവണ്ടികളുണ്ടല്ലോ, അത് ഷേർഖാന് ഒരു വലിയ വരുമാന മാർഗമായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ വണ്ടിച്ചക്രങ്ങളുടെ കരകര ശബ്ദം കാട്ടിൽ മുഴങ്ങുമ്പോൾ ഷേർഖാൻ തൻ്റെ നിഴലുകളെ ഒരുക്കി നിർത്തുമായിരുന്നു. മുഖം ഒരു കറുത്ത തുണി വെച്ച് മറച്ച് ഒരു പ്രേതത്തെ പോലെ അവൻ വണ്ടിക്കാർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും. വണ്ടി തെളിക്കുന്ന പാവം ഗ്രാമവാസികൾ ആ അശരീരി കേട്ട് ഭയന്നു വിറയ്ക്കുമായിരുന്നു. നിങ്ങളുടെ മുന്നിൽ തോക്കുകളുമായി ഞങ്ങൾ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു തെറ്റായ ചലനം മരണം വിളിച്ചു വരുത്തും എന്ന് ഷേർഖാൻ ഘനഗംഭീരമായ ശബ്ദത്തിൽ വിളിച്ചു പറയും. അത് കാടാകെ മുഴങ്ങുകയും ചെയ്യും. വണ്ടി ഉപേക്ഷിച്ച് ദൂരെയുള്ള ഒരു നാഴികക്കല്ലിൻ്റെ ചുവട്ടിലേക്ക് പോകുവാനും അവിടെ തീ കത്തിച്ച് കാത്തിരിക്കുവാനും അയാൾ പറയും. പാവം മനുഷ്യരോട് അവന് വലിയ കരുണയായിരുന്നു. അവരുടെ വണ്ടികൾക്കോ കാളകൾക്കോ ഒരു പോറൽ പോലും അവൻ ഏൽപ്പിക്കില്ലായിരുന്നു. ധനികരുടെ ധാന്യസഞ്ചികൾ മാത്രം അവൻ അപഹരിക്കുമായിരുന്നു. വണ്ടികളിലെ ഏറ്റവും വിലപിടിപ്പുള്ള ധാന്യങ്ങൾ മാത്രം തന്ത്രപരമായി മാറ്റാൻ അവന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. നേരം പുലരുമ്പോൾ വണ്ടിക്കാർ തിരിച്ചെത്തുമ്പോൾ ഷേർഖാൻ കാടിൻ്റെ ഉള്ളറകളിലേക്ക് അപ്രത്യക്ഷനായിട്ടുണ്ടാകും. ഈ കവർച്ചക്കാർക്ക് പിന്നിൽ ഒരു വലിയ ഗ്യാങ് ഉണ്ടെന്ന് പോലീസുകാർ കരുതിയിരുന്നു. എന്നാൽ സത്യം മറ്റൊന്നായിരുന്നു. ഈ കവർച്ചവീരൻ്റെ കുടുംബജീവിതം ഏതൊരു സിനിമയും വെല്ലുന്ന ഒന്നായിരുന്നു. ഷേർഖാന് 3 ഭാര്യമാരുണ്ടായിരുന്നു. അവർക്കിടയിൽ കൃത്യമായ ഒരു ഭരണ സംവിധാനം തന്നെ അവർ ഏർപ്പെടുത്തിയിരുന്നു. ഒരു മുസ്ലിം എന്ന നിലയിൽ തനിക്ക് കിട്ടിയ അവകാശങ്ങൾ അവൻ പൂർണ്ണമായും വിനിയോഗിച്ചു. തൻ്റെ ഭാര്യമാർക്കിടയിൽ ജോലി വിഭജിക്കുവാൻ ഒരു ടൈം ടേബിൾ തന്നെ അവൻ തയ്യാറാക്കിയിരുന്നു. ഓരോ ആഴ്ചയും ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടി. ഒരാൾ പാചകം ചെയ്താൽ മറ്റേയാൾ വീട് വൃത്തിയാക്കുക, മൂന്നാമത്തെയാൾ അവരെ സഹായിക്കും. ഏറ്റവും നന്നായി പണിയെടുക്കുന്ന ഭാര്യയ്ക്കൊപ്പമാണ് അവൻ ആ ആഴ്ച കൂടുതൽ സമയം ചിലവഴിക്കുക. അവർക്കിടയിൽ കലഹങ്ങളുണ്ടായാൽ കഠിനമായ ശിക്ഷ നൽകാൻ ഷേർഖാന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അവർ വിശ്രമ ദിനങ്ങളായി പ്രഖ്യാപിച്ചു. ഈ ഭാര്യമാരാണ് ഷേർഖാന്റെ മികച്ച കവർച്ചകളിലും സഹായികളായി ഉണ്ടായിരുന്നത്. 3 ഭാര്യമാരെയും വനത്തിൽ പലയിടങ്ങളിലായി ഒളിപ്പിച്ചു നിർത്തിയാണ് അവൻ ഒരു വലിയ സംഘം കൂടെയുണ്ടെന്ന വ്യാജ പ്രതീതി സൃഷ്ടിച്ചത്. കാടിൻ്റെ വന്യതയിൽ അവർ ഷേർഖാന്റെ കരുത്തായിരുന്നു. ആൻഡേഴ്സൺ ഷേർഖാനെ കാണുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുമ്പോൾ ഷേർഖാൻ ചായ കുടിക്കുകയായിരുന്നു. ആൻഡേഴ്സൺ തൻ്റെ ആ രാത്രിയിലെ ആ ഭയാനകമായ ഏറ്റുമുട്ടലിനെ കുറിച്ച് ഷേർഖാനോട് വിവരിച്ചു. ഞാൻ വെടിവെച്ച കടുവ പരിക്കേറ്റ് എവിടെയോ പതുങ്ങിയിരിക്കുന്നുണ്ട്, ആൻഡേഴ്സൺ പറഞ്ഞു. മുറിവേറ്റ കടുവയെ ഒറ്റയ്ക്ക് പിന്തുടരുക എന്നത് ആത്മഹത്യാപരമാണെന്ന് അവർക്ക് 2 പേർക്കും അറിയാമായിരുന്നു. ഒരു നരഭോജിയെ വേട്ടയാടുമ്പോൾ ഒരാൾ മുന്നിൽ നോക്കിയാൽ മറ്റേയാൾ പിന്നിൽ നിന്നും കവർ നിൽക്കണം. മുറിവേറ്റ കടുവ പലപ്പോഴും പിന്നിൽ നിന്നുമാണ് ആക്രമിക്കുവാൻ മിടുക്ക് കാണിക്കുക. ഷേർഖാൻ ആൻഡേഴ്സണൊപ്പം പോകാൻ തയ്യാറെടുത്തു. പക്ഷേ അവൻ എടുത്തത് ഒരു തോക്കായിരുന്നില്ല, മറിച്ച് തുരുമ്പിച്ചതെങ്കിലും മൂർച്ചയുള്ള ഒരു വാളായിരുന്നു. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് തൻ്റെ പൂർവികർക്ക് ലഭിച്ചതാണെന്ന് അവൻ അവകാശപ്പെടുന്ന ആ വാൾ ഷേർഖാൻ്റെ വലിയ അഭിമാനമായിരുന്നു. അതിൻ്റെ പിടിയും വാൾത്തലയും രക്തത്തിൻ്റെ രുചി അറിയുവാൻ വേണ്ടി വെമ്പുന്നത് പോലെ തോന്നി. ഒരു തോക്കിനേക്കാൾ തനിക്ക് വിശ്വാസം ഈ വാളിനെയാണെന്ന് ആൻഡേഴ്സണോട് അദ്ദേഹം പറഞ്ഞു. അവർ 2 പേരും ആ പഴയ പാറക്കെട്ടിൻ്റെ അടുത്തേക്ക് നടന്നു. ആൻഡേഴ്സൺ പരിക്കേറ്റ കടുവയെ വെടിവെച്ച ആ ചരിഞ്ഞ പാറയുണ്ടല്ലോ, അതവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ അവർ എത്തിയപ്പോൾ തറയിൽ രക്തത്തുള്ളികൾ പരിശോധിച്ചു. തലേ ദിവസത്തെ ഉണങ്ങിയ രക്തം മണ്ണിൽ കറുത്ത പാടായി തീർന്നിരുന്നു. ഷേർഖാൻ ആ പാടുകൾ പിന്തുടരാൻ തുടങ്ങി. അവർ ഒരു യഥാർത്ഥ വന്യമൃഗത്തെ പോലെ കുനിഞ്ഞു നിന്ന് ഓരോ പുൽക്കൊടിയും പരിശോധിച്ചു. രക്തത്തിൻ്റെ അളവ് കണ്ടപ്പോൾ തന്നെ കടുവയ്ക്ക് മാരകമായ പരിക്കേറ്റിട്ടുണ്ടെന്ന് അവർ ഉറപ്പിച്ചു. കടുവ പോയ വഴിയിലെ ലൻഡാന പൊന്തകൾ രക്തത്തിൽ കുതിർന്നു നിന്നു. താൻ കൊടുത്ത ആ ആദ്യ വെടി കടുവയുടെ മുഖത്തിലോ കഴുത്തിലോ ആണ് തറച്ചിരിക്കുക എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഷേർഖാൻ മുന്നിലും ആൻഡേഴ്സൺ പിന്നിലുമായി ആ രക്തപാതയെ പിന്തുടർന്ന് മുന്നിലേക്ക് നടന്നു. കാടിൻ്റെ ഓരോ അനക്കവും അവർ ശ്രദ്ധിച്ചു. പരിക്കേറ്റ നരഭോജി തൊട്ടടുത്തുവിടെയോ
പതുങ്ങിയിരിക്കുന്നുണ്ടെന്ന് അവർക്ക് നല്ല പോലെ അറിയാമായിരുന്നു. അങ്ങനെ അവർ മുന്നിലേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ലൻഡാന കുറ്റിക്കാടുകൾക്കിടയിൽ ഒരു വലിയ അനക്കം അവർ കണ്ടത്. ആൻഡേഴ്സൺ റൈഫിൾ തോളിലേക്ക് വെച്ച് ഉന്നം പിടിച്ചു. ഷേർഖാനെ ആൻഡേഴ്സൺ പിന്നിലേക്ക് തള്ളി അദ്ദേഹം വെടിവെക്കുവാൻ തയ്യാറായി നിന്നു. പക്ഷേ അതൊരു കടുവയായിരുന്നില്ല, മറിച്ച് വഴിതെറ്റി വന്ന ഒരു കാട്ടാനയായിരുന്നു. ആ ആനയുടെ ഭാരത്താൽ മരച്ചില്ലകൾ ഒടിയുന്ന ശബ്ദമായിരുന്നു അവർ കേട്ടത്. അതോടെ അവർക്കല്പം ആശ്വാസം തോന്നി. പക്ഷേ ജാഗ്രത കൈവിട്ടില്ല. അവർ വീണ്ടും മുന്നോട്ട് നീങ്ങി. ഒരിടത്ത് വെച്ച് പുല്ലുകൾ വല്ലാതെ ചരിഞ്ഞു കിടക്കുന്നത് അവർ കണ്ടു. കടുവ അവിടെ വിശ്രമിച്ചെന്നും വേദന കൊണ്ട് മണ്ണിൽ ഉരുണ്ട് കളിച്ചെന്നും ആ അടയാളങ്ങൾ അവരോട് പറഞ്ഞു. അവിടെയെല്ലാം രക്തം ചിതറിക്കിടക്കുന്നു. അതുമാത്രമല്ല, കടുവയ്ക്ക് കഠിനമായ ദാഹം അനുഭവപ്പെട്ടെന്ന് ആൻഡേഴ്സൺ തിരിച്ചറിഞ്ഞു. അടുത്തുള്ള ചെറിയ അരുവിയോ നീർച്ചാലോ ലക്ഷ്യമാക്കിയായിരിക്കണം അത് നീങ്ങുന്നത്. പരിക്കേറ്റ മൃഗങ്ങൾ എപ്പോഴും വെള്ളം തേടി പോകാറുണ്ട്. അപ്പോഴാണ് ഷേർഖാൻ ആ കാട്ടിലെ ഒരു രഹസ്യ നീർച്ചാലിനെ കുറിച്ച് ആൻഡേഴ്സണോട് പറഞ്ഞത്. അവിടെ എപ്പോഴും അല്പം വെള്ളം ബാക്കി ഉണ്ടാകാറുണ്ടെന്ന് അവൻ ആൻഡേഴ്സണോട് പറഞ്ഞു. അതിന് പ്രകാരം അവരവിടേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ലൻഡാന കാടുകൾക്കിടയിലൂടെ ഊളിയിട്ടുകൊണ്ട് ആ പ്രദേശം ലക്ഷ്യമാക്കി അവർ നീങ്ങി. അങ്ങനെ അവർ പറഞ്ഞ ആ പ്രദേശത്തിന്റെ അരികിലെത്താറായപ്പോഴേക്കും കാട്ടുപക്ഷികൾ അപായ സൂചന മുഴക്കിക്കൊണ്ട് അവിടെ നിന്നും പറന്നുയർന്നു. അതിന്റെ അർത്ഥം അവർ തേടി നടക്കുന്ന നരഭോജിയായ മൃഗം അവിടെ എവിടെയോ ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ അവർ ആ നീർച്ചാലിന്റെ അരികിലെത്തി. നനഞ്ഞ മണ്ണിൽ ആ വലിയ കാൽപ്പാടുകൾ അവർ കണ്ടു. ആ നരഭോജിയായ കടുവയുടെ കാലടയാളങ്ങൾ. അതുമാത്രമല്ല, അവരെ ഞെട്ടിച്ച കാഴ്ച, ആ നീർച്ചാലിലെ വെള്ളം രക്തം കൊണ്ട് ചുവന്നു കഴിഞ്ഞിരുന്നു. മുറിവോ തൻ്റെ മുഖമോ ആ കടുവ ആ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടാകാം. ദാഹം തീർക്കാൻ ശ്രമിച്ച ആ നരഭോജിയുടെ വേദന ആൻഡേഴ്സണിനെ ചിന്തിക്കുവാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ആ നീർച്ചാലിലെ കാഴ്ച കണ്ടപ്പോൾ ആൻഡേഴ്സന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. നിശ്ചലമായി നിൽക്കുന്ന ആ ചെറിയ വെള്ളക്കെട്ട് ഇപ്പോൾ ഒരു മരണത്തടാകം പോലെയാണ് തോന്നുന്നത്. തെളിനീർ ഒഴുകേണ്ട ആ മണപ്പരപ്പിലെ കുഴിയിൽ ഒരു നരഭോജിയുടെ വേദനയുടെ നിറം പടർന്നിരിക്കുന്നു. കടുവ തൻ്റെ തകർന്ന മുഖം ആ തണുത്ത വെള്ളത്തിൽ മുക്കി വെച്ചപ്പോൾ മുറിവിൽ നിന്നും ഒഴുകിയ ചോര ആ വെള്ളത്തെ കൊഴുത്ത ചുവപ്പാക്കി മാറ്റിയിരിക്കുന്നു. ആ വെള്ളത്തിൻ്റെ അരികിലെ നനഞ്ഞ മണ്ണിൽ കടുവയുടെ വലിയ കാൽപ്പാടുകൾ പതിഞ്ഞിരിക്കുന്നു. ആ കാൽപ്പാടുകൾക്കുള്ളിൽ പോലും ചോര കെട്ടി നിൽക്കുന്നു. ആൻഡേഴ്സൺ ഒന്ന് ഓർത്തു. കടുവയുടെ മുഖത്തെ ആ കഠിനമായ നീറ്റൽ മാറ്റാൻ അവൻ എത്ര നേരം ഇവിടെ കിടന്നിട്ടുണ്ടാകാം. ദാഹം തീർക്കാൻ ശ്രമിച്ചപ്പോൾ ആ വെള്ളത്തിന് ചോരയുടെ രുചിയാണെന്ന് ആ വന്യജീവി അറിഞ്ഞിട്ടുണ്ടാകുമോ? അവിടെ നിന്നും വീണ്ടും കടുവ നടന്നു പോയത് അടുത്തുണ്ടായിരുന്ന ഒരു പുൽക്കാടിനുള്ളിലേക്കായിരുന്നു. അവിടെ കൂറ്റൻ പാറക്കെട്ടുകൾ നിഴൽ വിരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ആൻഡേഴ്സന് ഉറപ്പായിരുന്നു ആ കടുവ അവിടെ ഉണ്ടെന്ന്. അവനിപ്പോൾ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ആ നിമിഷങ്ങളിലൂടെ കടന്നു പോകുകയാണെന്ന് അയാൾക്ക് നല്ല പോലെ അറിയാമായിരുന്നു. ആൻഡേഴ്സൺ ഷേർഖാന് നേരെ തിരിഞ്ഞ് ഒരു താക്കീത് നൽകി. നീ ഇവിടെ തന്നെ നിൽക്കുക, മുന്നോട്ട് വരരുത്. അദ്ദേഹം കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. പരിക്കേറ്റ കടുവയുടെ അടുത്തേക്ക് പോകുന്നത് തീക്കളി പോലെയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ ഷേർഖാൻ അത് കേട്ടില്ല. ആൻഡേഴ്സന്റെ ഓരോ ചൂടിനെയും പിന്തുടർന്നുകൊണ്ട് അവൻ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കാടിൻ്റെ ഈ വലിയ വേട്ടക്കാരൻ തൻ്റെ സുഹൃത്തിനെ അവിടേക്ക് തനിച്ച് അയക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ ആ കടുവയുടെ മരണനിമിഷം സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണാനുള്ള വെമ്പൽ കൊണ്ടായിരിക്കാം ഷേർഖാൻ ആൻഡേഴ്സന്റെ പിന്നാലെ അദ്ദേഹം പറയുന്നത് കേൾക്കാതെ ചെന്നത്. അങ്ങനെ അവർ ആ നരഭോജിയെ പിന്തുടർന്നുകൊണ്ട് മുന്നിലേക്ക് പോയപ്പോൾ അന്തരീക്ഷത്തിൻ്റെ മട്ടും ഭാവവും മാറുന്നത് ആൻഡേഴ്സൺ തിരിച്ചറിഞ്ഞു. പുല്ലുകൾക്കിടയിലൂടെ അവർ നീങ്ങിയപ്പോൾ ഉണ്ടാകുന്ന ആ നേർത്ത ശബ്ദം പോലും ഒരു വലിയ സ്ഫോടനം പോലെയാണ് തോന്നിപ്പിച്ചത്. കാടിൻ്റെ ഓരോ അണുവിലും ആ നരഭോജിയുടെ കണ്ണുകൾ തങ്ങളെ പിന്തുടരുന്നെന്ന് ആൻഡേഴ്സണിൻ്റെ ആറാം ഇന്ദ്രിയം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ലോകം മുഴുവൻ ഒരു സെക്കൻഡ് നിശ്ചലമായതുപോലെ തോന്നി. ആൻഡേഴ്സണിൻ്റെ കാഴ്ചയിലെ മണ്ണിനടിയിൽ നിന്നും ആ ഗംഭീരമായ ഗർജനം പൊട്ടിപ്പുറപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിൻ്റെ നെഞ്ചുകൂട് തകർക്കുന്ന ആ ശബ്ദം കാടിനെ മുഴുവൻ പിടിച്ചുലച്ചു. അടുത്ത നിമിഷം തറയിൽ ഒളിപ്പിച്ചിരുന്ന പുല്ലുകൾക്കിടയിൽ നിന്നും ആ നരഭോജി ഒരു സ്പ്രിങ് പോലെ വായുവിലേക്ക് കുതിച്ചുയർന്നു. ഓറഞ്ചും കറുപ്പും കലർന്ന ആ വലിയ ശരീരം ആൻഡേഴ്സണിൻ്റെയും ഷേർഖാൻ്റെയും മേലേക്ക് ചാടി വീഴുകയായിരുന്നു. ഷേർഖാൻ തൻ്റെ 300 വർഷം പഴക്കമുള്ള ആ പഴയ വാൾ വായുവിൽ ചുഴറ്റി. വാളിൻ്റെ ഒരു ഭാഗം കടുവയുടെ ശരീരത്തിൽ തട്ടിയെങ്കിലും ആ കൂറ്റൻ വന്യജീവിയുടെ ഭാരത്തിനു മുന്നിൽ ഷേർഖാൻ തറയിലേക്ക് തെറിച്ചു വീണു. കടുവ അവൻ്റെ മേലേക്ക് അമർന്നു.
തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ജീവൻ സെക്കൻഡുകൾക്കുള്ളിൽ അവസാനിക്കുമെന്ന് ആൻഡേഴ്സൺ ഭയന്നു. മണ്ണിൽ വീണുകിടന്ന ഷേർഖാൻ തൻ്റെ മനോധൈര്യം കൈവിട്ടില്ല. അവൻ തൻ്റെ 2 കൈമുട്ടുകളും കൊണ്ട് മുഖവും കഴുത്തും പൊതിഞ്ഞു പിടിച്ചു. കടുവയുടെ ആ മാരകമായ പല്ലുകളുണ്ടല്ലോ, അത് തൻ്റെ തൊണ്ടയിലേക്ക് ആഴത്തിൽ മാരകമായി ഇറങ്ങാതിരിക്കുവാനുള്ള അവസാന ശ്രമമായിരുന്നു അത്. ആൻഡേഴ്സൺ റൈഫിൾ ഉയർത്തി. തൻ്റെ സുഹൃത്തിൻ്റെ ദേഹത്ത് വെടിയുണ്ട ഏൽക്കാതിരിക്കാൻ അദ്ദേഹം അതീവ ജാഗ്രത പാലിച്ചു. അദ്ദേഹം തോക്കിൻ്റെ കുഴൽ കടുവയുടെ കഴുത്തിൽ അമർത്തി വെച്ചു. ലോഹവും രോമവും തമ്മിൽ കൂട്ടിമുട്ടിയ ആ നിമിഷം അദ്ദേഹം ട്രിഗർ അമർത്തി. വെടിയുണ്ട കടുവയുടെ കഴുത്ത് തുളച്ച് കയറിയതോടെ ആ ശരീരം ഒന്നു പിടഞ്ഞു. ഷേർഖാൻ ആ വന്യജീവിക്കടിയിൽ നിന്നും ആഞ്ഞു വലിഞ്ഞ് പുറത്തേക്ക് ചാടി. ആൻഡേഴ്സൺ വീണ്ടും തൻ്റെ റൈഫിൾ ഉയർത്തി പിടഞ്ഞുകൊണ്ടിരിക്കുന്ന കടുവയ്ക്ക് നേരെ ചൂണ്ടി ഒരു വെടി കൂടി ഉതിർത്തു. അതോടെ ആ നരഭോജിയുടെ എല്ലാ പോരാട്ടങ്ങളും അവിടെ അവസാനിച്ചു. ചോരയിലും മണ്ണിലും പുരണ്ട ഷേർഖാൻ എഴുന്നേറ്റ് നിന്നു. ഒരു അത്ഭുതം പോലെയാണ് തോന്നിയത്. അവൻ്റെ ശരീരത്തിൽ വലിയ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല, വെറുമൊരു പോറൽ മാത്രം. കടുവയുടെ മുഖത്ത് ആൻഡേഴ്സൺ ആദ്യം തൊടുത്ത വെടിയുണ്ടയുണ്ടല്ലോ, അത് വലിയ നാശം തന്നെയാണ് അവന് വരുത്തി വെച്ചിരുന്നത്. കടുവയുടെ മേൽത്താടിയും മൂക്കും പൂർണ്ണമായും അത് തകർത്തിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അതിന് ഷേർഖാനെ കടിച്ചു കീറാൻ കഴിയാഞ്ഞത്. ആ നരഭോജി അത്രമേൽ വേദന തിന്നിരുന്നു. മരിച്ചു കിടന്ന ആ വന്യജീവിയെ നോക്കി ഷേർഖാൻ ചിരിച്ചു. സാഹിബ്, നിങ്ങളുടെ തോക്കല്ല, എൻ്റെ ഈ പഴയ വാളാണ് എന്നെ രക്ഷിച്ചത്, അവൻ തമാശയായി പറഞ്ഞു. തൻ്റെ പാരമ്പര്യമായി കിട്ടിയ ആ വാൾ കടുവയുടെ മേൽ തട്ടിയതാണ് അവനെ വിറപ്പിച്ചതെന്ന് അയാൾ വിശ്വസിച്ചു. ആൻഡേഴ്സൺ ആ കടുവയുടെ ജഡത്തിൻ്റെ അരികിൽ നിന്നു. ഒരു കാലത്ത് ഈ കാടിനെ വിറപ്പിച്ച രാജാവായിരുന്നു അവൻ. ഇന്ന് വെറും മാംസപിണ്ഡമായി മാറിയിരിക്കുന്നു. അന്ന് രാത്രിയിൽ ഷേർഖാൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു വലിയ ക്യാമ്പ് ഫയർ ഒരുക്കി. മരച്ചില്ലകൾ കത്തി അമരുമ്പോഴുണ്ടാകുന്ന ആ ചുവന്ന പ്രകാശം ഷേർഖാൻ്റെ മുഖത്ത് പ്രതിഫലിച്ചു. ആൻഡേഴ്സൺ തൻ്റെ പൈപ്പ് പുകച്ചുകൊണ്ട് ആ തണുത്ത കാറ്റിനെ ആസ്വദിച്ചു. ഷേർഖാൻ തൻ്റെ പഴയ കഥകൾ ഒന്നൊന്നായി വിവരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങ് ദൂരെ കുന്നിൻ ചെരുവിൽ നിന്നും ഒരു കടുവയുടെ ഗർജനം അവിടെ ഉയർന്നു കേട്ടു. ആ ഗർജനം കാടിൻ്റെ മാറാത്ത നിയമങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. ഒരു വേട്ടക്കാരൻ പോകുമ്പോൾ അവിടേക്ക് മറ്റൊരു വേട്ടക്കാരൻ വരും. അത് കാടിൻ്റെ നിയമമാണ്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.